ഹലോ ഗെയ്സ്, നമ്മൾ ഫാമിലി ആയിട്ട് ഒരു കാറിൽ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവർ ലൈഫിൽ നടക്കുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗെയ്സ്, അങ്ങനെ രണ്ടാമത്തെ ദിവസവും രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ റൂമിൽ വെക്കേറ്റ് ചെയ്ത് നേരെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ രാത്രി മസാല ദോശ കഴിച്ച കട കണ്ടു. അപ്പം കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ നമ്മളിതാ ഇഡ്ഡലിയും വടയും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കി. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരെ ഓട്ടോറിക്ഷയും വിളിച്ച് നമ്മളെ കാറ് പാർക്കിങ്ങിലാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത്. ഇതിൽ നമ്മൾ നേരെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തൃശ്ശൂരിൻ്റെ ഭംഗി മര്യാദയ്ക്ക് ആസ്വദിക്കാനാവില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതുകൊണ്ട് തൃശ്ശൂരിൻ്റെ ഭംഗി മര്യാദയ്ക്ക് ആസ്വദിക്കാനായി. അങ്ങനെ നേരെ ഇതാ ഓട്ടോക്കാരൻ ചേട്ടനോട് ബായിയൊക്കെ പറഞ്ഞ് നമ്മളിതാ കാറ് പാർക്ക് സ്ഥലത്തെത്തി. നമ്മളെ കാർ ഇന്നലെ മുതലേ ഇവിടെയായിരുന്നു ഉള്ളത്. അങ്ങനെ ഇതാ നമ്മൾ നേരെ കാറൊക്കെ എടുത്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാമിലിനും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് നമ്മളിതാ ഒടുവിലിതാ അമ്പലത്തിലെത്തി. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പോയിരുന്നു കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം വീഡിയോസും കാര്യങ്ങളൊന്നും ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മണീൻ്റെ അടുത്തായി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പം. പിന്നെ നമ്മൾ നേരെ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്ന പാറമേൽക്കാവ് അമ്പലത്തിലേക്കും കൂടെ നമ്മൾ പോവുകയാണ്. ഇവിടം വരെ വരുന്ന ആൾക്കാർ തൊട്ട് മുന്നിൽ അവിടെയും കൂടെ ഒന്ന് കയറാൻ ശ്രമിക്കുക. അങ്ങനെ നേരെ പാറമേൽക്കാവ് ക്ഷേത്രത്തിൽ നമ്മൾ കയറി അവിടെ നിന്ന് ദൗവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ്. ഇപ്പോൾ ഏകദേശം 11 മണിയായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ടൊരു ചായ കുടിക്കാൻ നേടി. അങ്ങനെ നേരെ ഒരു ചെറിയൊരു വെജ് കട്ട്ലേറ്റും അതേപോലെ നല്ലൊരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചിറങ്ങി തൊട്ട് മുന്നിൽ നോക്കുമ്പോൾ ഒരു ഏട്ടൻ ലോട്ടറി വെക്കുന്ന കണ്ടു. അപ്പം കരുതി ഒരു 2 ലോട്ടറി എടുക്കാം. അങ്ങനെ 2 ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഏകദേശം ടൈം ഒരു 12 മണി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കാറിൽ കിടക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ നേരെ കരുതി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നല്ലൊരു സതുഷ്ടമായ സദ്യ തന്നെ കഴിച്ച് ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അടുത്ത സ്പോട്ടിലെത്തി. ഇതെവിടെയാണെന്നും പ്രത്യേകിച്ച് ആരോടും പറയണ്ടല്ലോ, ഈ ബോർഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്വന്തം ഗുരുവായൂർ. അങ്ങനെ ഇതാ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ പാർക്കിങ്ങിൽ കൊണ്ടുവച്ച് നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേക ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഗുരുവായൂർ തിരക്കില്ലാണ്ട് ഒരിക്കലും ഉണ്ടാവില്ല, പക്ഷേ ഇന്നെന്തോ പ്രത്യേകിച്ച് നല്ലൊരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നല്ലോണം നിന്ന് പിന്നെ അവിടെ ചുറ്റും നടക്കുകയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനേനെയൊക്കെ ഒന്ന് കുറച്ച് നേരം പോയി കാണാമെന്ന് കരുതി. അങ്ങനെ അവിടെ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഗുരുവായൂരിൽ അങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം രാത്രിയായിരുന്നു. അപ്പം കരുതി നേരെ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാമെന്ന്. ഇപ്പോൾ എന്തായാലും വണ്ടി പാർക്കിങ്ങിലാണല്ലോ ഉള്ളത്. അപ്പം ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെയും വണ്ടി നിർത്തണ്ടല്ലോ, ഒറ്റ പിടിപ്പിക്കലോ നാട്ടിലേക്ക് പിടിപ്പിക്കലോ. അങ്ങനെ നേരെ ഇതാ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയായിരുന്നുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.